ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്വിക്ക് ലേൺ റഫി. ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സാണിത്. നല്ലൊരു കഥയിലൂടെ നമുക്ക് ഇംഗ്ലീഷ് വായിക്കാൻ പഠിക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇതുപോലെ മലയാളത്തിലൂടെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ദ ആൻഡ് ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ എന്ന കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അതിൻ്റെ മീനിങ് കൂടി പറഞ്ഞു തരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ആദ്യം ഞാൻ വായിക്കും, പിന്നീട് നിങ്ങൾക്ക് വായിക്കാം. ദ ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ. വായിക്കുക. ദ ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ. ഉറുമ്പും പുൽച്ചാടിയും. ദ ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ വർ ഗുഡ് ഫ്രണ്ട്സ്. ഉറുമ്പും പുൽച്ചാടിയും നല്ല കൂട്ടുകാരായിരുന്നു. വായിക്കുക. ദ ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ വർ ഗുഡ് ഫ്രണ്ട്സ്. ഇൻ ദ സമ്മർ ദ ആൻഡ് വർക്ക്സ് ഹാർഡ് ടു ഫിൽ ഹിസ് സ്റ്റോറേജ് വിത്ത് ഫുഡ്. വേനൽക്കാലത്ത് ഉറുമ്പ് തൻ്റെ സംഭരണി ഭക്ഷണം കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി കഠിനമായി അധ്വാനിച്ചു. വായിക്കുക. ഇൻ ദ സമ്മർ ദ ആൻഡ് works hard to fill his storage with food. അടുത്ത സെന്റൻസ് നോക്കാം. While the grasshopper was enjoying the fine weather and playing all day. ആ സമയത്ത് പുൽച്ചാടി നല്ല കാലാവസ്ഥ ആസ്വദിച്ച് എല്ലാ ദിവസവും കളിക്കുമായിരുന്നു. ആൻഡ് എന്ന് വെച്ചാൽ ഉറുമ്പ്, ഗ്രാസ് ഹോപ്പർ പുൽച്ചാടി, സമ്മർ വേനൽക്കാലം, വെദർ കാലാവസ്ഥ. ഓക്കെ, നമുക്ക് ഈ പാരഗ്രാഫ് ഒരു വട്ടം കൂടി വായിക്കാം. ദ ആൻഡ് ദ ഗ്രാസ് ഹോപ്പർ വർ ഗുഡ് ഫ്രണ്ട്സ്. ഇൻ ദ സമ്മർ ദ ആൻഡ് വർക്ക്സ് ഹാർഡ് ടു ഫിൽ ഹിസ് സ്റ്റോറേജ് വിത്ത് ഫുഡ് വൈൽ ദ ഗ്രാസ് ഹോപ്പർ വാസ് എൻജോയിങ് ദ ഫൈൻ വെദർ ആൻഡ് പ്ലേയിങ് ഓൾ ഡേ. ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. When winter came, the ant was lying cozily in his home, surrounded by the food he stored during the summer. ശൈത്യകാലം വന്നപ്പോൾ ഉറുമ്പ് തൻ്റെ വീട്ടിൽ വേനൽക്കാലത്ത് ശേഖരിച്ച ഭക്ഷണത്തിനിടയിൽ സുഖമായി കിടന്നു. വായിക്കുക. When winter came, the ant was lying cozily in his home, surrounded by the food he stored during the summer. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. While the grasshopper was in his home, hungry, freezing. ആ സമയത്ത് പുൽച്ചാടി തൻ്റെ വീട്ടിൽ വിശന്ന് മരവിച്ചിരിക്കുകയായിരുന്നു. ലയിങ് എന്ന് വെച്ചാൽ കിടക്കുന്നു എന്നാണ് അർത്ഥം. കോസിലി സുഖമായി, ഹംഗ്രി വിശപ്പുള്ള, ഫ്രീസിങ് മരവിച്ച. വായിക്കുക. When winter came, the ant was lying cozily in his home, surrounded by the food he stored during the summer, while the grasshopper was in his home, hungry, freezing. അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. He asked the ant for food and the ant gave him some. അവൻ, അതായത് പുൽച്ചാടി, ഉറുമ്പിനോട് കുറച്ച് ഭക്ഷണം ചോദിക്കുകയും ഉറുമ്പ് കുറച്ച് കൊടുക്കുകയും ചെയ്തു. ആസ്ക്ഡ് എന്ന് വെച്ചാൽ ചോദിച്ചു എന്നാണ് അർത്ഥം. ഗീവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഗീവ് എന്ന് വെച്ചാൽ കൊടുക്കുക എന്നാണ് അർത്ഥം. ഗേവ് കൊടുത്തു, സം കുറച്ച്. വായിക്കുക. He asked the ant for food and the ant gave him some. But it wasn't enough to last the entire winter. പക്ഷേ അത് ശൈത്യകാലം അവസാനം വരെ മതിയാവുമായിരുന്നില്ല. ഇനഫ് എന്ന് വെച്ചാൽ മതിയാം വണ്ണം, വിൻ്റർ ശൈത്യകാലം. വായിക്കുക. But it wasn't enough to last the entire winter. When he tried to ask the ant again, the latter replied, I am sorry, my friend,
but my food is just enough for my family to last until the end of winter. വീണ്ടും അവൻ ഉറുമ്പിനോട് ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ ഉറുമ്പ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ക്ഷമിക്കണം സുഹൃത്തെ, എൻ്റെ ഭക്ഷണം ഈ ശൈത്യകാലം അവസാനിക്കുന്നതുവരെ എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം മതിയാവുന്നതേ ഉള്ളൂ. I am sorry my friend, but my food is just enough for my family to last until the end of winter. വായിക്കുക. When he tried to ask the ant again, the latter replied, I am sorry my friend, but my food is just enough for my family to last until the end of winter. ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. ഈ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. He asked the ant for food and the ant gave him some, but it wasn't enough to last the entire winter. When he tried to ask the ant again, the latter replied, I am sorry my friend, but my food is just enough for my family to last until the end of winter. ലാസ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കാൻ കഴിയുന്നില്ല എന്ന് വിഷമിക്കുന്നവരാണെങ്കിൽ ഇത്തരം ക്ലാസ്സുകൾ മിസ്സാവാതെ കാണുകയാണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഈസിയായി തന്നെ വായിക്കാൻ സാധിക്കും. എല്ലാ ക്ലാസ്സുകളും മിസ്സാവാതെ കാണൂ. If I give you more, we too will starve. ഞാൻ നിനക്ക് കുറച്ചുകൂടി തന്നാൽ ഞങ്ങളും പട്ടിണി കിടക്കും. വി എന്ന് വെച്ചാൽ ഞങ്ങൾ, സ്റ്റാർ പട്ടിണി കിടക്കുക. We had the entire summer to prepare for the winter, but you chose to play instead. ഞങ്ങൾ വേനൽക്കാലം മുഴുവൻ ശൈത്യകാലത്തിനു വേണ്ടി തയ്യാറാകുകയായിരുന്നു, പക്ഷേ പകരം നീ കളിക്കുകയായിരുന്നു. പ്രിപ്പയർ തയ്യാറാകുക, ഇൻസ്റ്റെഡ് പകരം. We had the entire summer to prepare for the winter, but you chose to play instead. ഈ പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. If I give you more, we too will starve. We had the entire summer to prepare for the winter, but you chose to play instead. ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലെ മലയാളത്തിലൂടെ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സാവാതെ കാണാനായിട്ട് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. വേറൊരു ക്ലാസ്സുമായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.